കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീരാമായ നമഃ. ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡം 52-ാം സർഗം. ലക്ഷ്മണൻ ശ്രീരാമനെ ആശ്വസിപ്പിക്കുന്നത്. ശ്രീരാമൻ്റെ ആജ്ഞയനുസരിച്ച് ലക്ഷ്മണൻ ഗംഗയുടെ മറുകരയിൽ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിന് സമീപം സീതയെ ഉപേക്ഷിച്ച് സുമന്ത്രരോടൊന്നിച്ച് മടക്കയാത്ര ആരംഭിച്ചു. ജ്യേഷ്ഠത്തിയെ വനത്തിൽ ഉപേക്ഷിച്ച് വന്നതിലുള്ള ദുഃഖത്തോടെ ഇരിക്കുന്ന ലക്ഷ്മണനെ സുമന്ത്രർ ആശ്വസിപ്പിച്ചു. പണ്ട് ഭൃഗുമഹർഷി മഹാവിഷ്ണുവിനെ ശപിച്ചിരുന്നു. ജനാർദ്ദന, അങ്ങ് മനുഷ്യലോകത്തിൽ പിറക്കും. അപ്പോൾ അങ്ങയ്ക്ക് ദീർഘകാലം ഭാര്യാവിരഹം സംഭവിക്കും. ആ ശാപം കാരണമാണ് ഭഗവത് അവതാരമായ ശ്രീരാമന് പത്നി വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് സീതയെ സംബന്ധിച്ചോ രാമനെ സംബന്ധിച്ചോ സങ്കടപ്പെടാതെ സ്ഥിരചിത്തനായി ഇരുന്നാലും. സുമന്ത്രരുടെ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ ദുഃഖം വെടിഞ്ഞു. അവർ അന്നത്തെ രാത്രി ഗോമതീ തീരത്ത് കഴിച്ചുകൂട്ടി. ഇതുവരെയുള്ള കഥാഭാഗം നാം കേട്ട് കഴിഞ്ഞതാണ്. അടുത്ത ദിവസം പ്രഭാതത്തിൽ ലക്ഷ്മണൻ സുമന്ത്രരോടൊത്ത് യാത്ര പുനരാരംഭിച്ചു. മധ്യാഹ്ന സമയത്തിൽ അവർ അയോധ്യയിലെത്തി. ലക്ഷ്മണൻ തേരിൽ നിന്നിറങ്ങി നേരെ ശ്രീരാമൻ്റെ അരമനയിലേക്ക് തന്നെ പോയി അരമനയിൽ പ്രവേശിച്ചു. ലക്ഷ്മണൻ ശ്രീരാമൻ്റെ പാദങ്ങളെ തൊട്ട് വണങ്ങിക്കൊണ്ട് ദീനസ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു: വീര, ജ്യേഷ്ഠൻ്റെ ആജ്ഞയെ ശിരസാവഹിച്ച് ജാനകീദേവിയെ ഗംഗാതീരത്തിൽ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിനരികെ അങ്ങ് അരുളിയ സ്ഥാനത്ത് വെടിഞ്ഞ് അങ്ങയുടെ പാദമൂലത്തെ ഉപാസിക്കാനായി ഇതാ ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. പുരുഷശ്രേഷ്ഠ, ദുഃഖിക്കാതിരുന്നാലും കാലഗതി ഇപ്രകാരമാണ്. നിന്തിരുവടിയെപ്പോലെയുള്ള ബുദ്ധിശാലികളായ മഹാനുഭാവന്മാർ കഴിഞ്ഞതിനെ ഓർത്ത് പരിതപിക്കാറില്ല. എല്ലാ ഐശ്വര്യങ്ങളും ക്ഷയിച്ചു പോകുന്നവയാണ്. ഉയർന്ന പദവികൾ പതിച്ചു പോകുന്നവയുമാണ്. ചേർച്ചകൾ വേർപാടിൽ പര്യവസാനിക്കുന്നു. ജീവൻ്റെയും അവസാനം മരണമാണല്ലോ. അതിനാൽ പുത്രന്മാരിലും ഭാര്യമാരിലും മിത്രങ്ങളിലും ധനങ്ങളിലും അത്യാസക്തി പാടില്ല. അവയുമായി വേർപാട് ഉണ്ടാകും എന്നത് നിശ്ചയമാണല്ലോ. നിന്തിരുവടി ഒരുവൻ സ്വന്തം ദിവ്യപ്രഭാവത്താൽ നിജപ്രകൃതിയെയും സർവ്വലോകങ്ങളെയും ഇച്ഛാമാത്രത്താൽ സൃഷ്ടി സ്ഥിതി സംഹാരാദികൾ ചെയ്ത് നിയന്ത്രിക്കുന്നതിന് ശക്തനാണ്. അങ്ങനെയിരിക്കെ സ്വന്തം ദുഃഖത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? ശ്രീരാഘവ, അങ്ങയെപ്പോലുള്ള പുരുഷശ്രേഷ്ഠന്മാർ ഇപ്രകാരമുള്ള ഘട്ടങ്ങളിൽ വിവേകം കൈവെടിയാറില്ല. അങ്ങ് വ്യസനിക്കുന്ന പക്ഷം ആ അപവാദം വീണ്ടും വന്നു ചേരും. അപവാദ ഭയം എന്ന കാരണം കൊണ്ട് മാത്രമാണ് അങ്ങ് സീതാദേവിയെ ഉപേക്ഷിച്ചത് എന്ന അപവാദം നഗരത്തിൽ ഉളവാകുന്നതാണ്. സംശയമില്ല. നിന്തിരുവടി ധൈര്യം അവലംബിച്ച് ശാന്തചിത്തനായി ഈ ദുർബലമായ മനോവികാരത്തെ വെടിഞ്ഞാലും വ്യസനത്തിന് ഇടം കൊടുക്കാതിരുന്നാലും. സ്നേഹത്തോടു കൂടിയുള്ള ലക്ഷ്മണൻ്റെ വാക്കുകൾ കേട്ട ശ്രീരാമൻ അനുജനോട് പറഞ്ഞു: വീരനായ ലക്ഷ്മണ, നീ എൻ്റെ ആജ്ഞ അനുസരിച്ചതിൽ എനിക്ക് സന്തോഷം തന്നെ. നീ പറഞ്ഞതും ശരിയാണ്. നിൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ ആശ്വസിക്കപ്പെട്ടു. എൻ്റെ സന്താപം ഇല്ലാതായി, മനസ്സമാധാനവും ഉണ്ടായിരിക്കുന്നു. 52-ാം സർഗം ഇവിടെ അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.